കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് എല്ലാം കമ്പ്യൂട്ടർ ചെയ്യാം. അതുകൊണ്ട് ഇനി നമുക്ക് പരിപാടി കുറവാണ്. എത്ര ടൈപ്പ് ചെയ്യിക്കോ അത് തന്നെ വരുള്ളൂ. ഇനി കൂടൂല. ഇനി എത്ര പ്രഷർ കൂടിയാലും കൂടൂല. അതുകൊണ്ട് ഇപ്പോൾ എത്ര ഔട്ട് പോകണോ അതിൽ നിന്ന് 50 60 കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പോയിക്കോളൂ. പിന്നെ ഒട്ടും പെട്ടെന്ന് ലെവൽ ഡൗണും ആവൂല, കൂടെ ചെയ്യൂല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കിയല്ലേ. ഇനി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അവിടെ ചെന്ന് തന്നെ ഇരിക്കണം. പിന്നെ ഫുഡ് കഴിക്കട്ടെ. അപ്പം ശേഷം പോയെന്ന് പറഞ്ഞാൽ അടുത്ത് പോയെന്ന് മൊബൈൽ ചാർജ് ചെയ്യണം. ബാക്കി കുഴപ്പമില്ല, എല്ലാം അഡ്ജസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓരോ ട്രേഡും കിട്ടിയില്ല കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കുക. ട്രേഡ് എടുത്ത കേട്ടോ. അടിച്ചു കാശ് അടിച്ചു. എന്ത് ചെയ്യാനാണ് അടിയ, അത് എൻ്റെ മാക്സിമം ആണ്. കൺഫർമേഷന് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എസ് എൽ അടിക്കും, മനസ്സിലായി. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. പക്ഷെ വീണ്ടും എസ് എൽ തന്നെ അടിച്ചു. മൂട് പോയാണ്. നല്ലൊരു 1:4 ഒരു ട്രേഡായിരുന്നു. ഒരു 80% ഇപ്പോൾ എക്സെറ്റ് ആയിട്ട് സമയമായി. ട്രേഡ് നോക്കണേന്ന് പറഞ്ഞാൽ 5:30 നോക്കണം. ഇനി ഞാൻ അല്ലെങ്കിൽ ചിന്തിച്ച് കൂട്ടും വലുതായിട്ട്. കുറച്ച് നേരം എൻ്റെ മൈൻഡിന് റെസ്റ്റ് കൊടുക്കും. മൈൻഡ് കുറച്ചല്ലെങ്കിൽ ഇപ്പം ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ചിന്തിച്ച് കൂട്ടും. അതാണ് ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും ഇപ്പം ചിന്തിച്ച് കൂട്ടും. കുറച്ച് റെസ്റ്റ് എൻ്റെ മൈൻഡ്, മെൻ്റലിനെ കുറച്ച് ഫ്രീ ആക്കുക. അതാണ് പിടിക്കേണ്ട പ്ലാനിങ് കേട്ടോ. അതിനൊന്നും ആയിട്ടില്ല. ഒരെണ്ണം എന്തോ നോക്കാൻ പറഞ്ഞ്, അത് പിന്നെ മറ്റേ പുള്ളിക്കാരൻ നോക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ഞാൻ പുള്ളി പറഞ്ഞ് കുറച്ച് ലെവലാകുമ്പോൾ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി എല്ലാം അതിനെ റെഡിയാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ച്. വേറെ ഒന്നുമില്ലായിരുന്നു. എത്ര 12:30 ആയപ്പോൾ പറഞ്ഞ് ഓക്കെ ആണെന്ന്. പുള്ളി എന്നെ 2 മണിയായപ്പോൾ അതിനെ റെഡിയാക്കി വെച്ച്. ഞാൻ അതിനെ 2 മണിക്ക് നോക്കി, കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ടിയൊന്നുമില്ല. 3 മണിക്ക് നോക്കിയപ്പോൾ അത് ക്ലോസ്. 3:10 ഞാൻ നോക്കിയപ്പോൾ ക്ലോസ് ആണ്. അതെ, എന്നെയൊന്നും എപ്പോഴും നോക്കൂല, ആവശ്യമില്ല, അത് ഓടും. അത് ഒരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടായി കേട്ടോ. ഞാൻ വിചാരിച്ചു ലോസ് കുഴപ്പമില്ല, അതാ 2 ലോസ്. ടൈം കേട്ടോ. ടൈം നേരത്തെ എപ്പോഴും പോണ ടൈം നേരത്തെ കഴിഞ്ഞ്. ഞാൻ പിന്നെ ഇത് എടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ ചെടിയൊക്കെ നോക്കി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. അതൊക്കെ റെഡിയാക്കി റൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടിരിക്കുകയാണ് കേട്ടോ. റെഡിയാക്കി കേട്ടോ. ഇനി കഴിക്കാൻ പോവാണ്. ഡ്യൂട്ടി കയറാണ് കേട്ടോ. ടൈം ആവണതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സൺസെറ്റൊന്നും ആയിട്ടില്ല. കാരണം കൂടെയുള്ളവനൊന്ന് പനി എന്തോ പിടിച്ചു. അപ്പം ഞാൻ അപ്പം കയറിയിട്ട് അവനെ പറഞ്ഞുകൂടാന്ന് വിചാരിച്ചു. അവൻ പോയി ചെന്ന് കിടന്നുറങ്ങട്ടെ, തുണിയൊക്കെ കഴുകിട്ടെ, അല്ലെങ്കിൽ മണ്ടേന്ന് എടുക്കാൻ പറ്റൂല അവന്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ അനാലിസിസും ചെയ്യാൻ അവൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. വീട്ടി കേട്ടോ. കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടായേട്ടാ. ഇത് തൊട്ട് പോയെന്ന് തോന്നണം എനിക്ക് കണ്ടിട്ട്. അയ്യോ, ഇതും എനിക്ക് തൊട്ട് പോയെന്നാണ് തോന്നണത്. അടുത്ത ക്യാൻഡിലും കൂടി വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. റീടെസ്റ്റ് ചെയ്യണ വരെ അത് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് അതിൽ നിന്നൊരു 20 നിപ്പ് എടുത്താൽ മതിയായിരുന്നു. ഹോളി ഷിറ്റ്. കുഴപ്പമില്ല. എനിക്കും പനി പിടിക്കണം തോന്നാം കേട്ടോ. തലയൊക്കെ പെരുവി കയറി.
ഒന്ന് പോയി ഗുളിക കഴിക്കും. ഞാൻ ആദ്യം പോയി എല്ലാം റൗണ്ടൊന്നും അടിക്കുന്നു. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ടോർണേഷൻ്റെ കൂടെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 3 ട്രേഡ് എടുത്ത് 3 ലോസാണ് കേട്ടോ. അതിൽ 2 SL തൊട്ട് മേളിൽ പോയി കറക്റ്റ് ഞാൻ എങ്ങോട്ട് ടാർഗറ്റ് ഇട്ടു അതിൻ്റെ ഡബിൾ വരെ പോയി. പിന്നെ അടുത്ത് മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ പേരെന്തോന്ന്, മറ്റേത് എഗൻസ്റ്റ് പോയി, ലാസ്റ്റത്തെ ട്രേഡ് എഗൻസ്റ്റ് പോയി. കുഴപ്പമില്ല, ഇനി അടുത്ത് നാളെ നോക്കാം. ഇനി ചെറുതായിട്ടൊന്നും നോക്കി വിടുള്ളൂ, അനാലിസിസ് ചെറുതായിട്ട് ചെയ്ത് വിടുള്ളൂ. ഇപ്പം ചെറുതായിട്ടും തലവേദനിച്ചു തുടങ്ങി. ആലോചിക്കുന്ന ഇപ്പം തന്നെ പോയി ഒന്ന് ഡോളോ കഴിച്ചിട്ട് പോയി മീറ്ററിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കും. അതാ ഗുളിക കഴിച്ചു. അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു സമാധാനം കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ പനി ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല പണിയാണ്. ഒരാഴ്ച വരെ കിടന്ന് ഊതുവെങ്കിൽ പരി കിട്ടും. വേറെ ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല വേറെ. അതാണ് വിഷയം. ഫോട്ടോ എടുത്താൽ മതി ചേട്ടാ. എല്ലാം എഴുതി കഴിഞ്ഞ ചേട്ടാ, റെഡി കംപ്ലീറ്റ് ആയിപ്പോയി. ഇല്ലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തേനെ. ഇവിടെ നിന്ന് പറയാം ഇനി അത് കുഴപ്പമില്ല. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം നോക്കാനുണ്ട് ലെവല്. ഞാൻ അതും നോക്കണം. എഡിറ്റിങ്, ചെറുതായിട്ട് ഗെയിം കളി, ചിലപ്പോഴേ ഗെയിമും കളിക്കുള്ളൂ. തല ഇങ്ങനെ പൊളന്ന് കയറും. അതൊക്കെ തന്നെ, വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.